ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോവൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവയിലേക്ക് വരുന്നതിന് പറ്റിയിട്ടുള്ള. അപ്പോൾ അതിൽ നമ്മൾ ട്രെയിനിൽ കയറിയ കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ മെൻഷൻ ചെയ്യാം. കാണാത്തവർ അത് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്. നമ്മളെവിടെ റംസി? ഗോവ. ഇന്ന് എഴുന്നേൽക്കുന്നത് തന്നെ അനിക്സിൻ്റെ സൗണ്ടും കാര്യങ്ങളും കേട്ടിട്ടാണ്. ആശയം വളരെ ആവേശത്തിലായിരുന്നു. അപ്പം എല്ലാവരെയും വിളിച്ചെണീപ്പിച്ചു. ആദ്യം തന്നെ പിന്നെ താഴത്തെ ഫ്ലോറിലുള്ള എല്ലാവരെയും എണീപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്നെ സ്വരൂപിൻ്റെ അടുത്ത് എത്തിയത്. അപ്പം ഞാനാണെങ്കിൽ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാനറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ഓഫീസിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് തന്നെ മാക്സിമം ചെയ്യാൻ നോക്കി. അപ്പോൾ ചെറിയൊരു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമാക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. പിന്നെ അതുപോലെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ട്രെയിൻ പുറത്ത് നിർത്തിയ സമയത്ത് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ഡിഗ്രിക്ക് ഫൈനലിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു ട്രിപ്പ് പോയി ഗോവയിൽ പോയ സമയത്താണ് ഇതേപോലെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ കുറവുണ്ട് ഈ ഫോട്ടോയിൽ. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്ത ഫോട്ടോ ആണ്. അങ്ങനെ ഫൈനലി ഞങ്ങളവിടെ റീച്ച് ചെയ്തു, ഗോവയിൽ ഇറങ്ങി. പക്ഷേ എങ്ങോട്ട് പോകണം, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തിറങ്ങണമെന്നൊന്നും അറിയാതെ കുറേ ഞങ്ങൾ അതിൽ തിരിഞ്ഞ് കളിച്ചു. അവസാനം ഒരു ടാക്സി, അതായത് നമുക്കിനിയിപ്പോൾ റെൻറ്റിനൊരു കാർ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഏജൻസിക്കാരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവരോട് സംസാരിച്ചപ്പം അവർ ഞങ്ങളെ വണ്ടീൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം ഇവിടെ മെയിനായിട്ട് കാണുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി ബൈക്കുകൾ അവൈലബിൾ ആണ്. അതായത് ഒരു പേർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സി ബൈക്കുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടാക്സിയാണ്. അപ്പം അവരിനോട് പറഞ്ഞ ഗവൺമെൻറ് അപ്രൂവലുള്ള ടാക്സിയാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പം ഗോവയിൽ എനിക്കിത് ആദ്യമായിട്ടൊരു കാണുന്നൊരു കാര്യമായിരുന്നു. ഇപ്പോൾ കേരളത്തിലുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എർട്ടിഗാണ്, ന്യൂ മോഡലാണ്. അതുപോലെ ഹൈബ്രിഡ് ആയിരുന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരാളും കൂടെ വരാനുണ്ട്. ഇപ്പം വണ്ടി മൊത്തം ഒന്ന് നോക്കുകയാണ്. കാരണം വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് വെക്കണം. കാരണം തിരിച്ച് കൊടുക്കുന്ന സമയത്ത് അവരല്ലെങ്കിൽ നോക്കും. എന്നിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ സ്ക്രാച്ച് നമ്മളെ പേരിലേക്കൊക്കെ വരും. അപ്പം ഫുള്ളായിട്ട് വണ്ടി ചെക്ക് ചെയ്തു, അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു വെച്ചു. പിന്നെ അവിടെ ഞങ്ങൾ യാത്ര തുടങ്ങി, വണ്ടി എടുത്തു. പിന്നെ അതുപോലെ എനിക്കിവിടെ മെയിനായിട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ്. അപ്പം ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ആ സീറ്റിൽ കയറിയിരിക്കും. കാരണം എനിക്കെന്തോ ഒരു വല്ലാത്തൊരു സമാധാനമുള്ള സമയമാണ്. കാരണം ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഇവരെ കൂട്ടത്തിൽ പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യാറുള്ളത്. പിന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഒരു ഷോപ്പ് കണ്ട് അവിടെ കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പ് കണ്ടപ്പോൾ വിചാരിച്ച് ചെറിയ ഷോപ്പാണല്ലോ, അപ്പം എന്താ പറയുക, നല്ല ഫുഡും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലത്തെ ഒരു ഫുഡോ കാര്യങ്ങളോ ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും കയറിയ സ്ഥിതിക്ക് അവിടെ തന്നെ കഴിച്ചു പോന്നു. കാരണം നിയറസ്റ്റ് ഇനിയിപ്പോൾ വേറെ ഷോപ്പുണ്ടോ ഉള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് അവിടെ നിന്ന് തന്നെ ജസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. വി ആർ റിച്ച് ഗൈസ്. അതില്ല വി നായർ ചേട്ടൻ്റെ ഉണ്ടാകും. മോള് കോടികളുടെ ആസ്തി, സ്വരൂപ്. ആസ്തി ഒന്നും ഇല്ലെങ്കിൽ ഷോയ്ക്ക് കുറവൊന്നുമില്ല. ആൻഡ് റിംജി വാപ്പ. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്, ഓൺലി കോസ്റ്റ്ലി. ഞങ്ങൾ ഗോവയിൽ വന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസ് മോർണിംഗ് വെരി റിച്ച് കോസ്റ്റ്ലി ഫുഡ്, കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവർക്കും വിശപ്പൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി പോകുന്ന വഴിക്ക് വല്ല പിന്നെ വത്തക്കയോ അല്ലെങ്കിൽ പഴമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ എന്തായാലും രാവിലത്തെ ഫുഡ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മളെന്താ ഇങ്ങനെ കഴിക്കുന്നില്ല, നമ്മളെപ്പോഴും വയറ് ഇറച്ചി എന്തെങ്കിലും കഴിച്ചിട്ടല്ലേ തുടങ്ങാറുള്ളത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കലാകാരൻ എന്താ റെഡി?
കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ആൻഡ് ജാം അല്ല സോസ്. മുട്ട പൊരിച്ചെന്ന് വന്നിട്ട് പഴങ്കഞ്ഞി പൊരിച്ചു തന്നു. പാലില് മുട്ട വെച്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് നിങ്ങൾ ഈ ബ്രെഡിന് നിങ്ങളുടെ പേര് പറഞ്ഞത്? ടോസ്റ്റഡ് ബ്രെഡ്. ബ്രെഡ് പൊരിച്ചു ടോസ്റ്റഡ്. നീ മലയാളം പറയില്ല, നമ്മൾ ഗോവയിലാണ്. ബേസിക്കലി ഞങ്ങൾ റിച്ച് ആകുന്ന കുഴപ്പമില്ല, അല്ലെങ്കിൽ മൂഞ്ചി പോയാലേ. ഇതൊന്ന് തീരോ? അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. എന്തായാലും നല്ലൊരു ഫുഡായിരുന്നു, കുഴപ്പമില്ല. ഞങ്ങൾ അവിടുന്ന് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കാരണം ചിലവഴിച്ച് തീർക്കണം. കാരണം ഒരാളിവിടെ വരാനുണ്ട് ഗ്യാങ്ങിലേക്ക്. അവനെ തിരിച്ച് പിക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ റൂം എടുത്ത സ്ഥലത്തേക്ക് ഒരു 45 കിലോമീറ്ററോളം പോകാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചുറ്റോട്ടത് കൂടെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അവിടെ കണ്ടിട്ട് ഇന്ന് ഈവനിങ് ആക്കിയിട്ട് അവന് ഒരു 5 മണി 6 മണി മുതൽ വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5:30 ആയിരുന്നു ടൈം പറഞ്ഞത്. പിന്നെ അത് ഡിലേ ആയി 7 വരെ ഇട്ട് ടൈമായിട്ടുണ്ട്. അപ്പം അത്രയും നേരം നമുക്കത് ഞങ്ങൾ അതിൽ തന്നെ കറങ്ങി. അപ്പം ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചുണ്ട്. അപ്പം അവിടേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോയിട്ടുള്ളത്. ഈ കുറേ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ കയറിയിട്ടാണ് പോയത്. പോകുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ ബീച്ചില്ല എന്നുള്ള രീതിയിലാണ്. കാരണം അത്രയും ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് നിങ്ങളിപ്പോൾ ഈ പോകുന്ന വഴി കാണാം, ഇത്രയും കട്ടുള്ള ഒരു ഓഫ് റോഡ് പോലെ ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. അപ്പം അതിലെ പോയി പിന്നെയും ഇടവഴിയൂടെ പോയിട്ടാണ് നമ്മൾ ഈ ബീച്ചിലേക്ക് എത്തുന്നത്. അപ്പം നേരിട്ട് കാണുമ്പം നമുക്കൊരു ഫീലിംഗ് ആണ്. കാരണം ഇങ്ങനെ നമുക്ക് ഒരു ഇടവഴി കൂടെ പോയിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു ബീച്ചിലേക്ക് വന്ന് കയറുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ട് പിന്നെയും ഒരുപാട് നടക്കേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ അവിടുന്ന് വണ്ടിയിൽ തന്നെ പോകാമെന്നായിരുന്നു ബീച്ചിൻ്റെ അടുത്ത് വരെ. പക്ഷേ വണ്ടി നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് 2 കിലോമീറ്റർ നടക്കേണ്ടി വന്നു. ഇപ്പോൾ ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഓഫ് റോഡിൻ്റെ ജീപ്പുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ടൈം പോകണം. ഓഫ് റോഡ് ജീപ്പ് എന്ന് പറഞ്ഞാൽ പെർ ഹെഡിൽ 200 ആണ് വരുന്നത്. 2 കിലോമീറ്റർ പിക്കപ്പും അതുപോലെ തന്നെ അവിടേക്ക് കൊണ്ടാക്കുകയും ചെയ്യുന്നതിനുള്ള. അപ്പം രണ്ടിനും കൂടെ നമ്മൾ എന്താക്കി 2 മണിക്കൂറല്ല നമുക്ക് അന്നത്തെ ടൈം പോകണം. അപ്പോൾ 2 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് തീരുന്നതായിരുന്നു. പക്ഷേ പെട്ടെന്ന് തീർന്നില്ല ഗൈസ്. നല്ല രീതിയിൽ എല്ലാവരും തളർന്നു, പ്രത്യേകിച്ച് ബോയ്സ്. ഗേൾസിൽ പിന്നെ അതിലേക്ക് കുറച്ച് സ്റ്റാമിന ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് അനന്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ 3 പേര് നടക്കാത്ത ആൾക്കാരായതുകൊണ്ട് ഈ പരിപാടി അങ്ങനെ ശീലമല്ല. അതുകൊണ്ട് തന്നെ 3 പേര് നല്ലോണം ക്ഷീണിച്ചു. പിന്നെ അവിടെ പോയതിൻ്റെ ശേഷം എനിക്ക് ഈ പോകുന്ന വഴി കണ്ടാലറിയാം, കുറച്ച് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം കണ്ടാലറിയാം, ഒരു ചളിയൊക്കെ ഉള്ള സ്ഥലം. അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആരോട് ചോദിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി ഒരു ബീച്ച് കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പം പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരെ ഇറങ്ങിപ്പോകുന്നത് ചെറിയൊരു ഇടവഴിക്കൂടെയാണ്. അപ്പോൾ തന്നെ കൺഫ്യൂഷനാകും. കാരണം നമ്മളിത് ഈ പുഴയിലൊക്കെ പോകുന്നത് പോലത്തെ ഒരു വഴിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പുഴയിലേക്കാണ് ഇതേപോലത്തെ ചെറിയ ചെറിയ വഴി ഉണ്ടാവും. ഫൈനലി അങ്ങനെ കുറേ നടന്നതിന് ശേഷം അവർ പറഞ്ഞത് 2.5 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ആയിരുന്നു. പക്ഷേ ഈ 2 കിലോമീറ്റർ വണ്ടി വരുന്ന ദൂരമാണ്. അവിടെ നിന്ന് പിന്നെ ഉള്ളിലേക്ക് പിന്നെ നടക്കാനുണ്ട്. അത് പിന്നെയാണ് മനസ്സിലായത്. അപ്പം ബീച്ചിൽ ഇറങ്ങി. ബീച്ചിൽ നിന്ന് പിന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങൾ ഇത്രയും നടന്നപ്പോൾ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഒരു തണലുള്ള ഒരു പാറൻ്റെ ചുവട്ടിൽ പോയിട്ട് കുറച്ചേരം അവിടെ ഇരുന്ന് കുറച്ചേരം സംസാരിച്ച് അവിടെ ഇരുന്ന്. നട്ടുച്ച നേരത്ത് പോയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല വെയിലും കാര്യങ്ങളും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബീച്ച് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാനും പറ്റില്ല. കുറച്ച് നേരം അവിടെ പോയി അവിടെ ഒരു തണലത്തിരുന്നു. അതേപോലെ തന്നെ തിരിച്ചു പോരുകയും ചെയ്തു. ഇനി ഞങ്ങൾക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ കൂടെ ഒരാളും കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കൂടെ ഒന്ന് പിക്ക് ചെയ്യണം. അതിന് ശേഷം വേണം റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.